പ്രിയ സുഹൃത്തുക്കളെ, വർഷങ്ങളായി 5-6 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും വർഷവും വളരെ മൗനിയായിട്ട് ഇരിക്കേണ്ടി വന്നു. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പദം മതിയാവില്ല അങ്ങനെ. പക്ഷേ ഒന്ന് ലോജിക്കും എൻ്റെ ഈ സ്വപ്നങ്ങളും ഒന്നും ഇന്ന് വരെ മായാതെ വളരെ ജലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഒരു ചെറിയ അപേക്ഷയുള്ളതെന്ന് വെച്ചാൽ, അത്തോളിയുടെ കവിത എന്ന് പറയുന്ന, അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയതൊക്കെയും ഒന്നും എൻ്റെതല്ലല്ലോ, അതുകൊണ്ട് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ പുസ്തകമോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് വേണ്ടി ഞാനൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തീരെ വയ്യാതെ പേന പിടിച്ച് എഴുതാൻ പോലും പറ്റാതെ പുസ്തകം വായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോയത്. എന്നാൽ പോലും ഞാൻ അതിൽ വ്യാകുലപ്പെടുന്നില്ല. ഇത് ഒരു നിമിത്തം മാത്രമാണ്. എനിക്ക് മരുന്ന് ഹോസ്പിറ്റലും ഞാൻ വീടുമായിട്ട് മാത്രം കഴിയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് പുതിയ ലോകത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റാത്തതിലൊരു വ്യഥകളുണ്ട്. താങ്കളിലൂടെയൊക്കെ ഞാനത് കാണുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 വരി ഞാൻ വായിക്കാതെ നോക്കട്ടെ. താങ്ക്സ്. നിൽപ്പ് നടക്കുന്നു, നിൽപ്പ് നടക്കുന്നു. നിൽപ്പാണ് സത്യം, നടക്കുന്നു കാലം. നിൽപ്പാണ് സത്യം, നടക്കുന്നു കാലം. കിടപ്പാടമില്ല കൃഷിപ്പാടമെങ്ങ്, കിടപ്പാടമില്ല കൃഷിപ്പാടമെങ്ങ്. നിലയ്ക്കാത്ത നിൽപ്പേ നടക്കുന്നു മണ്ണിൽ. നടക്കുന്ന വാർത്തകൾ മരിക്കും കിടങ്ങൾ. നടക്കാത്ത കാര്യം പുലമ്പുന്നു ദുഷ്ടർ. നിലയ്ക്കാത്ത കാവ്യം മഹാസങ്കടത്തിൻ മടിത്തട്ടിലേറി മരിക്കുന്നു കഷ്ടം. നിലയ്ക്കാത്ത കാവ്യം മഹാസങ്കടത്തിൻ മടിത്തട്ടിലേറി മരിക്കുന്നു കഷ്ടം. ദുഷ്ടസിദ്ധാന്തങ്ങളെ നിങ്ങൾ അന്യൻ്റെ നാവുകൊണ്ടെന്തും ചിലച്ചോളൂ. ഞങ്ങൾ നിലനിൽക്കുമെന്നും മണ്ണാശ ചേറിക്കൊഴിച്ചോർ നിരത്തിൽ നിൽക്കുന്ന കാലം. നിലയ്ക്കില്ല സത്യം, നശിക്കില്ല ലോകം. പുതുക്കി പണിഞ്ഞാൽ ചതിക്കില്ല ഭൂമി. നിലയ്ക്കില്ല സത്യം, നശിക്കില്ല ലോകം. പുതുക്കി പണിഞ്ഞാൽ ചതിക്കില്ല ഭൂമി. നന്ദി.